നാന്ദ്രെ ബർഗർ തന്റെ ആദ്യ ഓവർ എറിയുകയാണ്. ടെലിവിഷൻ സ്ക്രീനിൽ അയാളുടെ ഡെലിവറികളുടെ വേഗത ദൃശ്യമായി. കമന്ററി ബോക്സിലിരുന്ന് അർഷ ബ്ലോഗ്ലെ ആ അക്കങ്ങൾ വായിച്ചു. 141 kph, 145 kph, 144 kph. ബർഗറിന്റെ പന്തുകൾ കുതിച്ച് പായുകയായിരുന്നു. ബോഗ്ലയുടെ തൊട്ടരികിലിരുന്ന് സുനിൽ ഗവാസ്കർ ഓർമ്മിപ്പിച്ചു, ബർഗർ ബോളിംഗ് തുടങ്ങിയിട്ടേയുള്ളൂ. ഒരു പേസർക്ക് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടിവരും. വൈകാതെ ബർഗർ തന്റെ താളം കണ്ടെടുക്കും. അപ്പോൾ അയാളുടെ സ്പീഡും വീണ്ടും വർദ്ധിക്കും. ഗവാസ്കറുടെ പ്രസ്താവനക്കും പിന്നിലെ ബർഗർ ആദ്യത്തെ തുള്ളി രക്തം വീഴ്ത്തി. തീപ്പൊരി ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ കൂടാരത്തിൽ മടങ്ങിയെത്തി. ജയ്സ്വാളിന് പകരമിറങ്ങിയ കളിക്കാരന് ആദ്യം നേരിടേണ്ടി വന്നത് ഒരു കിടിലൻ ബോളായിരുന്നു. അയാളുടെ ബാറ്റിന്റെ എഡിജിൽ തട്ടിയ പന്ത് വേലിക്കെട്ടിലേക്ക് പാഞ്ഞു. ബോളർക്ക് ഒരു മാനസിക വിജയം. അത് ആഘോഷിക്കാനെന്ന വണ്ണം ബർഗർ ബാറ്ററുടെ സമീപത്തേക്ക് ഓടിയെടുത്തു. ബർഗറുടെ മുഖത്ത് ജേതാവിന്റെ ചിരിയുണ്ടായിരുന്നു. അധികം വൈകാതെ ബർഗർ വീണ്ടും പന്തെറിഞ്ഞു. മണിക്കൂറിൽ 146 കിലോമീറ്റർ വേഗതയുണ്ട്. പക്ഷേ പകരം കിട്ടിയത് ഒരു സ്ട്രൈറ്റ് സിക്സർ. ബർഗർ വാശിയോടെ വീണ്ടും ഓടിയെടുത്തു. ഡെലിവറിയുടെ വേഗത വർദ്ധിച്ചതേയുള്ളൂ. ബാക്ക്വേർഡ് പോയിന്റിലും ഡീപ് തേർഡ് മാനിലും കാവൽക്കാരനുണ്ടായിരുന്നു. പക്ഷേ പന്തവർക്കിടയിലൂടെ ബൗണ്ടറി കടന്നു. ബർഗർ സ്വയം തിരിച്ചറിയുകയായിരുന്നു, തന്റെ പക്കൽ എക്സ്പ്രസ് പേസ് എന്ന വജ്രായുധമുണ്ടാകാം, പക്ഷേ വിരാട് കോഹ്ലി തന്നെയാണ് ബോസ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ മണ്ണാണ് റാഞ്ചി. സിംഹത്തിന്റെ മടയിൽ വെച്ച് ചക്രവർത്തിയുടെ തേരോട്ടം അതാണ് റാഞ്ചിയിൽ കണ്ടത്. വായുവിൽ ഉയർന്നു ചാടിയിട്ടാണ് വിരാട് കോഹ്ലി സെഞ്ചുറി ആഘോഷിച്ചത്. ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആ പഴയ വിരാട്ടിന്റെ മാനസരങ്ങളാണ് നാം റാഞ്ചിയിൽ കണ്ടത്. വിരാട് ഒരു സൂചന നൽകിയിട്ടുണ്ട്. 2021 ഏകദിന ലോകകപ്പിന്റെ അങ്കത്തെട്ടും താൻ കീഴടക്കുമെന്ന വലിയ സൂചന. വിരാട് കോഹ്ലിയുടെ മുഖമുദ്ര റിസ്കി ഫ്രീ ക്രിക്കറ്റ് ആയിരുന്നു. അങ്ങനെയുള്ള വിരാട് കോഹ്ലി കോർബിൻ ബോഷിനെ സിക്സർ അടിച്ചുകൊണ്ടാണ് 50 തികച്ചത്. ആ നേട്ടം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അപ്പർ കട്ട് കൂടി തൊടുത്തു വിട്ടു. വിരാട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്ന കാര്യം വ്യക്തമായിരുന്നു. 37-ാം വയസ്സിലും വിരാട് കാത്തു സൂക്ഷിക്കുന്ന ശാരീരിക ക്ഷമതയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. വാഷിംഗ്ടൺ സുന്ദർ എന്ന ചെറുപ്പക്കാരൻ പോലും വിരാട് കോഹ്ലിയോടൊപ്പം ഓടിയെത്താൻ പാടുപെടുകയായിരുന്നു. ഇന്ത്യയെ ബൗൺസറുകൾ കൊണ്ട് വിറപ്പിക്കാനാണ് ദക്ഷിണാഫ്രിക്ക ശ്രമിച്ചത്. പ്രോട്ടിയാസ് പേസർമാരുടെ ഷോട്ട് ബോളുകൾ ഒന്നിലധികം തവണ കീപ്പറുടെ തലക്ക് മുകളിലൂടെ പറന്നിരുന്നു. ഋതുരാജ് ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ബർഗർ ഒരു ബൗൺസറിലൂടെയാണ് എതിരേറ്റത്. ആ ഓവറിൽ ഒരു ഷോട്ട് ബോൾ മതിയെന്ന് അമ്പയർ അടുത്ത സെക്കൻഡ് തന്നെ താക്കീത് നൽകി. പക്ഷേ ബർഗർ വീണ്ടും ബൗൺസർ എറിഞ്ഞ് ഒരു വൈഡ് വഴങ്ങി. എക്സ്ട്രാ റൺ വിട്ടുകൊടുക്കുന്നതിൽ പ്രോട്ടിയാസിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ബൗൺസറുകൾ എറിഞ്ഞ് ഇന്ത്യയെ മെരുക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. പക്ഷേ നീലപ്പട അതുകൊണ്ട് തരിച്ചു നിന്നില്ല. ഇന്ത്യൻ കപ്പലിന്റെ അമരത്ത് ഒന്നിനെയും കൂസാതെ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. ടെസ്റ്റ് സീരീസിന്റെ സമയത്ത് ദക്ഷിണാഫ്രിക്കയുടെ പരിശീലകൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിരുന്നു. വി വാണ്ട് ദം ടു റിയലി ഗ്രോവൽ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. പ്രോട്ടിയാസിന്റെ കോച്ചിനി അത്തരം വരികൾ ഉച്ചരിക്കുമെന്ന് തോന്നുന്നില്ല. ഒരടി കിട്ടിയാൽ അത് 10 തിരിച്ചു കൊടുക്കുന്ന ശീലമുള്ള വിരാട് കോഹ്ലി ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. സുബ്ബരായൻ എന്ന ഓഫ് സ്പിന്നറുടെ കാര്യം നോക്കുക. 9 ഓവറുകൾ അയാൾ മോശമല്ലാതെ പൂർത്തിയാക്കിയതാണ്. പക്ഷേ അവസാനം വിരാട്ടിന്റെ മുമ്പിൽ ചെന്നുപെട്ടു. സ്പിന്നറായ സുബ്ബരായൻ 101.7 കിലോമീറ്റർ വേഗതയുള്ള ഒരു പന്ത് പായിച്ചു. വിരാട് അതിനെ ഫൈൻ ലെഗ് ഫെൻസിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ബോളർ പന്തിന്റെ വേഗത നല്ലപോലെ കുറച്ചു. എന്നാൽ ഗ്രീസിൽ നിന്ന് ചാടിയിറങ്ങിയ വിരാട് മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സർ നേടി. ഭയന്നുപോയ സുബ്രായന്റെ വലതു കൈയിൽ നിന്ന് ഒരു ഫുൾ ടോസ് ജന്മം കൊണ്ടു. അത് ലോങ് ഓണിന് മുകളിലൂടെ അപ്രത്യക്ഷമായി. അങ്ങനെ സുബ്രയാന്റെ ബോളിംഗ് ഫിഗറുകൾ അലങ്കോലമായി. സുബ്ബരായൻ എന്തു ചെയ്താലും രക്ഷയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഡെയിൻസ്റ്റെയിൻ എന്ന ഇതിഹാസ താരം പറഞ്ഞിരുന്നു, ദക്ഷിണാഫ്രിക്കയിലെ ആഭ്യന്തര ഗെയിമുകളിൽ നന്നായി തിളങ്ങാറുള്ള ബോളറാണ് സുബ്ബരായൻ. അയാളുടെ മാതാപിതാക്കൾ റാഞ്ചിയിൽ വിമാനമിറങ്ങിയിട്ടുണ്ട്.
സ്വന്തം മകന്റെ കളി കണ്ട് അവർ അഭിമാനിക്കുന്നുണ്ടാവും. എന്നാൽ സുബ്ബരായന്റെ അച്ഛനമ്മമാരോട് സംസാരിച്ചാൽ അവർ പറയും, എൻ്റെ മകൻ നന്നായി തന്നെയാണ് പന്തെറിഞ്ഞത്, പക്ഷേ വിരാട് കോഹ്ലിയോട് മത്സരിക്കേണ്ടി വന്നു എന്നത് മാത്രമായിരുന്നു അവൻ്റെ പോരായ്മ. വിമർശനങ്ങളെയും ഇടവേളകളെയും കാത്തിരിപ്പിന്റെ ഭാരത്തെയും തൻ്റെ ബാറ്റ് കൊണ്ട് മറികടന്ന ഒരേയൊരു കോഹ്ലി, കിങ് കോഹ്ലി. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ആ നിമിഷമിതാ എത്തിയിരിക്കുന്നു. നീണ്ടകാലത്ത് ഇടവേളയ്ക്ക് ശേഷം കോഹ്ലി നേടിയ ഈ സെഞ്ചുറി കേവലമൊരു നേട്ടം മാത്രമല്ല, അത് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും അദ്ദേഹത്തിന്റെ തളരാത്ത ആത്മവിശ്വാസത്തിന്റെയും വിജയം കൂടിയാണ്. ഈ ഒരു സെഞ്ചുറിയോടെ ക്രിക്കറ്റ് ലോകത്തിന് നൽകാനുള്ളതെല്ലാം കോഹ്ലി അവസാനിപ്പിച്ചു എന്ന് കരുതിയവർക്കുമുള്ള മാസ് മറുപടി കൂടിയാണിത്. നിങ്ങൾ വിരമിക്കൽ വാർത്ത കേട്ടുമടുത്തു എന്ന് പറഞ്ഞാലും ഈ മാന്ത്രികന്റെ ബാറ്റ് സംസാരിക്കുന്നത് ലോകം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട കോഹ്ലി, നിങ്ങൾ ഒരു വികാരമാണ്. ഈ ക്ലാസ് പ്രകടനത്തിന്